നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ നാട്ടിലെ തെള്ളിയൂർക്കാവിൽ നടന്ന വൃശ്ചിക വാണിഭത്തിലെ സ്രാവ് മേളയോടനുബന്ധിച്ച് നമ്മൾ 1 കിലോ സ്രാവ് മേടിച്ചായിരുന്നു കേട്ടോ. ഉണക്ക സ്രാവ്, പാൽ സ്രാവാണ് മേടിച്ചത്. അപ്പോൾ സ്രാവ് മേടിച്ച് കുറച്ചൊക്കെ നമ്മൾ വറുത്തൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കറി വെക്കാനായിട്ട് പറ്റിയില്ല. ഇപ്പം നമ്മളിത് കറി വെക്കാൻ എടുത്തിരിക്കുകയാണ്. ഈ ഉണക്ക സ്രാവിന് നല്ല ഉപ്പുള്ളത് കൊണ്ട് നമ്മളൊരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞു കേട്ടോ. നല്ലതുപോലെ ഉപ്പ് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ സ്രാവ് കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഉണക്ക സ്രാവ് പോലുള്ള മീനുകളൊക്കെ നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ഉപയോഗിക്കും. ഇനി നമ്മൾ സ്റ്റൗവൊക്കെ ഓണാക്കി അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് തേങ്ങാക്കൊത്തിട്ട് നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. അത് ചുമന്ന കളർ ആയപ്പോഴത്തേന് അതിലേക്ക് പച്ചമുളകും ചെറിയ ഉള്ളിയും നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ വഴന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുകയാണ് കേട്ടോ. ഒരു 1-2 ചെറിയ സ്പൂണിന് മുളക് പൊടി നമ്മൾ ചേർത്തത് ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് അടുത്തേ വരുള്ളൂ. പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേന് അതിലേക്ക് ആവശ്യമുള്ള പച്ചവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇപ്പം നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാമെന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ അതിലേക്ക് കുടംപുളി ചേർത്തിരിക്കുകയാണ്. കുടംപുളിയെല്ലാം ചേർത്ത് അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേന് നമ്മൾ ഈ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കസ്രാവിലേക്ക് ഈ മസാല അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നീട് എന്നിട്ട് നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി ആ ചട്ടിയിലേക്ക് ഒരല്പം വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ മീനിലേക്ക് വീണ്ടും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നീട് ഒരല്പം കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലേക്ക് പിന്നീട് ഒരല്പം ഉപ്പ് കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. കുറച്ചധികം നേരം മീൻ വെള്ളത്തിലിട്ടുകൊണ്ട് അതിൻ്റെ ഉപ്പെല്ലാം അങ്ങ് ഇറങ്ങിപ്പോയായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ അടിപൊളി പാൽ സ്രാവ് കറി റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല കിടിലൻ കറി. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്ര സമയമായപ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ആ ചോറിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഉണക്കസ്രാവിൻ്റെ കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. തെള്ളിയൂർക്കാവിലെ സ്രാവ് കച്ചവടം ഇനി അടുത്ത വർഷമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂട്ടത്തിലൊന്ന് ഷെയർ കൂടി ചെയ്തേക്ക്.